ഹായ് ഓൾ. എല്ലാവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വരാനിരിക്കുന്ന PSC എക്സാംസ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, KS. അപ്പോൾ ഇത്തരം ഡിഗ്രി ലെവൽ പരീക്ഷകൾ മാത്രമല്ല മറ്റ് 10th ലെവൽ 12th ലെവൽ എക്സാംസ് ഒക്കെ ഉണ്ട്. ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോമൺ ആയിട്ട് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സിൻ്റെ PSC പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ എല്ലാ എക്സാംസിനും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഒന്നുപോലും വിടാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബുക്കായിട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല, കോഴ്സിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന നോട്ടുകളാണ്. ഇന്നു മുതൽ, അതായത് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്ത് ആ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തുകൊള്ളുക. ഇന്നു മുതൽ ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ഒക്കെ വരികയാണല്ലോ, കൃത്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മറ്റ് ഹോട്ട് ടോപ്പിക് നോട്ടുകളും നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, നമുക്കിപ്പോൾ PSCക്ക് ഇപ്പോൾ ഈ മാസമാണ് പരീക്ഷ എങ്കിൽ ഈ മാസത്തെ ആദ്യ ആഴ്ച വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചു വരുന്നുമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ എക്സാമിന് ഒരു 4 or 5 months മുന്നേ ഉള്ള കറണ്ട് അഫയേഴ്സ് മതി. ഇപ്പോൾ ആ ഒരു എക്സാമിന് മുന്നേ ഉള്ള ആ ഒരു 4-5 months അതാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങളായിട്ട് കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ദാ നോക്കിയേ, 2025 പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, M. മുകുന്ദനാണ്. ഇത് ലേറ്റസ്റ്റ് ഒരു ചോദ്യമാണ്. കുഞ്ചൻ നമ്പ്യാറിൻ്റെ പേരിൽ ആദ്യമായി ഒരു സാഹിത്യ പുരസ്കാരം നൽകുന്നു, അത് ലഭിക്കുന്നത് M. മുകുന്ദനാണ്. എന്നാൽ PSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ വീണ്ടും ആവർത്തിക്കപ്പെടും, അല്ലേ? അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ഉത്തരം NS മാധവനാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, 2025 അത് പ്രഖ്യാപിച്ചത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം സാറ ജോസഫാണ്. അതുപോലെ തന്നെ നമ്മുടെ വയലാർ പുരസ്കാരം 2024 വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചാരുവിൽ. അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുന്നത് കാട്ടൂർ കടവ് എന്നുള്ള ഒരു കൃതിക്കാണ്, കാട്ടൂർ കടവ് എന്നുള്ള കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്, നോവലിന്. ഓക്കെ, പിന്നെ വള്ളത്തോൾ പുരസ്കാരം കുറേ വർഷങ്ങളായിട്ട് നൽകി വരുന്നില്ല, അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. വള്ളത്തോൾ പുരസ്കാരം കുറച്ച് വർഷങ്ങളായിട്ട്, 4 വർഷത്തിലധികമായിട്ട് ആർക്കും ആ പുരസ്കാരം ഇപ്പോൾ കൊടുക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നതും അതും വളരെ പ്രധാനമെന്ന് തന്നെ പറയാം. കാരണം ONV കൾച്ചറൽ അക്കാഡമി നൽകുന്ന ONVയുടെ പേരിൽ ഒരു സാഹിത്യ പുരസ്കാരം സ്ഥിരം PSC ചോദ്യമായിട്ട് വരുന്നുണ്ട്. 2023 അത് ലഭിച്ചത് C. രാധാകൃഷ്ണനാണ്. 2024 ഒഡീഷ സാഹിത്യകാരിയായ പ്രതിഭ റായിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ നമുക്ക് പരീക്ഷകൾക്ക് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് പരീക്ഷകളിൽ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടുകൾ ഞാൻ ടെലിഗ്രാമിൽ നൽകിയേക്കാം. അടുത്ത ചോദ്യം നോക്കിയേ, 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ആലങ്കോട് ലീലാകൃഷ്ണൻ. 2024 ചോദ്യം ഓൾറെഡി PSC ചോദിച്ചതാണ്, റഫീഖ് അഹമ്മദ്. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി, അപ്പോൾ നമ്മുടെ ഇന്ത്യ പാക് കുറച്ച് ചെറിയ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അങ്ങോട്ട് പ്രയോഗിച്ചു. അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷയെ സംബന്ധിച്ചുകൊണ്ട് തന്നെ ഒരു ഉപദേശക സമിതി വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ദേശീയ സുരക്ഷാ ഉപദേശക സമിതി വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അലോക് ജോഷിയാണ്. IPS ഓഫീസർ ആയിരുന്നു, നിങ്ങൾക്ക് അറിയാം, റിസർച്ച് അനാലിസിസ് വിങ്, അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ റോയുടെ ചീഫായിരുന്നു അദ്ദേഹം. IPS ഉദ്യോഗസ്ഥനായിരുന്നു. അലോക് ജോഷിയാണ് ദേശീയ സുരക്ഷാ ഉപദേശക
സമിതിയുടെ ചെയർമാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ, ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കമ്മീഷനാണ് നിയമ കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര നിയമ അതായത് ലോ മിനിസ്ട്രി, സെൻട്രൽ ലോ മിനിസ്ട്രിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം പ്രൈം മിനിസ്റ്ററിന്റെ അംഗീകാരത്തോടു കൂടിയാണ് നിയമ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെടുന്നത്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബേസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ഫോം ചെയ്തു. ആയതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേശ് മഹേശ്വരിയാണ്. നിയമ കമ്മീഷന്റെ ടേം എന്ന് പറയുന്നത് 3 years ആണ്. 2024 സെപ്റ്റംബർ മുതൽ 2027 ആഗസ്റ്റ് 31 വരെയാണ് അത് വരുന്നത്. അപ്പോൾ നിലവിലെ നിയമ കമ്മീഷൻ എത്രാമത്തേതാണ്? 23ാമത്തേതാണ് അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് നിയമിച്ചിരിക്കുന്നത് അല്ലേ, പ്രധാനമന്ത്രിയുടെ സമ്മതത്തോടു കൂടി. അപ്പോൾ ദിനേശ് മഹേശ്വരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതയായ വനിത. ഇതൊരു വനിതയാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടി വരുന്നത്. നിധി തിവാരി, IFS ഓഫീസറാണ് നിധി തിവാരി. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മാർപ്പാപ്പ അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അർജന്റീനക്കാരനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് ഹോപ്പ് അഥവാ എസ്പെറാൻസയാണ്. എന്നാൽ അദ്ദേഹത്തിന് ശേഷം 267ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ലിയോ 14 റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിയോ 14 അഥവാ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. അമേരിക്കയുടെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറു, സൗത്ത് അമേരിക്കൻ രാജ്യം കൂടിയായ പെറുവിൻ്റെ പൗരത്വമുള്ള ഒരു വ്യക്തിയാണ്. ഇരട്ട പൗരത്വമുള്ള വ്യക്തിയാണ് അമേരിക്കയുടെയും പെറുവിൻ്റെയും. ഇനി 2024 തമിഴ്നാട്ടിൽ നാശം വിതച്ച ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ്. അത് സൗദി അറേബ്യയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. നമ്മുടെ ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധപ്പെട്ട് ചില ചുഴലിക്കാറ്റുകൾ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഒന്ന് വീതം ഉണ്ടാവാറുണ്ട്. PSCയുടെ ലേറ്റസ്റ്റ് ചോദ്യമായിരുന്നു ബിപ്പർ ജോയ് ചുഴലിക്കാറ്റ് അല്ലെ. അതും ഇന്ത്യക്ക് നാശനഷ്ടം വരുത്തി വെച്ച ഒരു ചുഴലിക്കാറ്റാണ്, സൈക്ലോൺ ആണ് ബിപ്പർ ജോയ്. ബിപ്പർ ജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം എന്നുള്ളത് ബംഗ്ലാദേശ് എന്നുള്ള ഉത്തരം നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2024 ഒഡീഷയുടെ തീരത്ത് ആഞ്ഞടിച്ച മറ്റൊരു ചുഴലിക്കാറ്റാണ് സൈക്ലോൺ ധന. അതിന് പേര് നൽകിയിരിക്കുന്നത് ഖത്തറാണ്. സെൻട്രൽ ലെവൽ എക്സാമിന് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ധന സൈക്ലോൺ വാസ് നൈംഡ് ബൈ, ഉത്തരം ഖത്തറാണ്, ഖത്തർ. അപ്പോൾ ബിപ്പർ ജോയ് നെയിം ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശ് ആണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കിക്കൊള്ളുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഗർഭചിത്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം അല്ലെ. പക്ഷേ നാളെ കാലത്ത് ഇന്ത്യയിലൊക്കെ സംഭവിക്കും. ഓരോ രാജ്യങ്ങൾ, ഇപ്പൊ എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളാണ് എല്ലാ കാര്യങ്ങൾക്കും മാതൃകയായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അല്ലെ. സോ ഗർഭചിത്രം, അതിന് അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതൊരു മൗലിക അവകാശമായി മാറി അല്ലെ. ഫ്രാൻസിൽ ഭരണഘടനാ അവകാശമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി സമ്പൂർണ്ണ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് ചോദ്യം. അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്, ലവ് യു കന്നഡ. ഓക്കെ, സോ കന്നഡ ചിത്രമായിട്ടുള്ള ലവ് യു ആണ് പൂർണ്ണമായിട്ടും ഫുള്ളി വന്നിട്ടുള്ള, അത് ഫുള്ളി AI സാങ്കേതിക വിദ്യയോടുകൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചിത്രമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ AI നയതന്ത്ര പ്രതിനിധി അഥവാ AI ഡിപ്ലോമാറ്റ് എന്ന് പറയും. ഓക്കെ, അതെന്ന് പറയുന്നത് വിക്ടോറിയ ഉക്രൈൻ. ഇനി അതുപോലെ തന്നെ 2026 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി, ഉത്തരം സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടോപ്പിക്കായിട്ട് PSC അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതായിരുന്നു. 1ാം സ്ഥാനം ഓസ്ട്രേലിയ ആയിരുന്നു. വേദി വന്നിട്ട് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം ആയിരുന്നു. സ്ഥിരം ചോദ്യമായിരുന്നു, അതെല്ലാം സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യ എത്ര മെഡൽ അടിച്ചു എന്നുള്ളതൊക്കെ ആ ഒരു സമയത്ത് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഒന്നായിരുന്നു. ഇന്ത്യ എത്ര മെഡൽ നേടി, ഇന്ത്യയുടെ സ്ഥാനം 4ാമത് അല്ലെ. വേദി വന്നിട്ട് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം. 2026 സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി റോഡ് സുരക്ഷാ കർമ്മ പദ്ധതി. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് റോഡ് സുരക്ഷാ കർമ്മ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ
ഇപ്പോൾ രാജസ്ഥാനിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത് 10 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കർമ്മ പദ്ധതി രാജസ്ഥാനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ്. പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാറിന്റെ ഒരു പ്രവർത്തനത്തിലാണ് ഈ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത്. സോ അതുകൊണ്ടാണ് അസം എന്നുള്ള ഉത്തരം നമുക്ക് കൊടുക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് എക്കോ ഫ്രണ്ട്ലി സെക്രട്ടേറിയറ്റ് അഥവാ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ആസാമാണ്. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ ഇൻഷുറൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം അത് നാഗാലാൻഡ് ആണ്. ഓൾറെഡി പരീക്ഷയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സെൻട്രൽ ലെവൽ എക്സാംസിന്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നിട്ടുള്ള ആദ്യ സംസ്ഥാനം. ഇനി 2025 ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി ബ്രിക്സുമായി ബന്ധപ്പെട്ട് നിലവിൽ ബ്രിക്സ് എന്ന് പറയുന്നത് ഈ 5 രാജ്യങ്ങളല്ല, മറ്റ് രാജ്യങ്ങൾ കൂടിയൊക്കെ വന്നിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും എന്നുള്ളതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതിൻ്റെ നോട്ടൊക്കെ ടെലിഗ്രാമിൽ എംഫേവർ കേരള PS എന്ന് സെർച്ച് ചെയ്യുക. ഇന്ന് മുതൽ നോട്ടുകൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇന്തോനേഷ്യയാണ് പുതുതായിട്ട്. കേരളത്തിലെ അയൽക്കൂട്ട അംഗങ്ങൾക്കായുള്ള കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി അതാണ് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്നത്. ഓക്കെ, ജീവൻ ദീപം ഒരുമ കേരള സ്കീംസ് ഒക്കെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അതുപോലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യമാണ്. ഇന്ത്യയും പോർച്ചുഗലും തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷന്റെ ഭാഗമായിട്ടാണ് സിറ്റി കീ ഓഫ് ഓണർ എന്ന ഒരു പുരസ്കാരം ദ്രൗപദി മുർമുവിന് പോർച്ചുഗൽ നൽകിയിരിക്കുന്നത്. ഇനി 2026 23ാമത് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി കഴിഞ്ഞ പ്രാവശ്യം ഖത്തറായിരുന്നു. ഇനിയിപ്പോൾ 2026 വരാനിരിക്കുന്നത് എത്രാമത്തെ എഡിഷൻ ആണ് നോക്കിക്കൊള്ളാം. 23ാമത്തെ എഡിഷൻ ആണ്. 3 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലായിട്ടാണ് അല്ലെ ഇത് നടക്കുന്നത്. നമ്മുടെ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, മെക്സിക്കോ, കാനഡ. എന്നാൽ 2030 24ാമത് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായ പോർച്ചുഗൽ, സ്പെയിൻ എന്നിവിടങ്ങളിലാണ്. മെയിൻ ഹോസ്റ്റ് നേഷൻസ് ആണ് ഇവർ 3 പേരും എന്ന് പറയുന്നത്. ഇനി 2027 10ാമത് ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ്. അപ്പോൾ നമ്മൾ പഠിച്ചത് 2026 പുരുഷ ലോകകപ്പിന്റെ വേദിയാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്ന് പറയുന്ന. ഇനി നമ്മുടെ വനിതാ ഫുട്ബോൾ ലോകകപ്പ് ഉണ്ടല്ലോ, അത് 2027 അത് വന്നിട്ട് 10ാമത്തെ എഡിഷൻ ആണ്. ആയതിൻ്റെ വേദി ബ്രസീലാണ്. 2031 എന്ന് പറയുന്നത് അമേരിക്കയിലും മെക്സിക്കോയിലും ആയിട്ടാണ്. കാനഡയിലല്ല, അമേരിക്കയിലും മെക്സിക്കോയിലും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. അവിടെ കാനഡയെ ഉൾപ്പെടുത്തിയിട്ടില്ല. 2025 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച UAE ഉപപ്രധാനമന്ത്രി അഥവാ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയും, അത് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം. UAEക്ക് 4 ഉപപ്രധാനമന്ത്രിമാരുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരാളാണ് ഈ പറയുന്ന ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം. കൊച്ചിയിലൊക്കെ ചില കപ്പൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോജക്റ്റുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഹംദാൻ, കൊച്ചിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അവിടെ ഒരു ന്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം എന്നുള്ള പേര് അവിടെ പഠിക്കണം. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. 51ാമത് എല്ലാവർക്കും അറിയാം സഞ്ജീവ് ഖന്നയായിരുന്നു. 52ാമത് BR ഗവായി ആണ്. BR ഗവായി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ വ്യക്തി. അപ്പോൾ ആദ്യത്തെ വ്യക്തി ആരായിരിക്കും? ദളിത് വിഭാഗത്തിൽ നിന്നും ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തിയാണ് KG ബാലകൃഷ്ണൻ. മലയാളിയാണ് അല്ലെ. അദ്ദേഹത്തിന് ശേഷം ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് BR ഗവായി. 2025 ഏപ്രിലിൽ 150ാമത് വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനമാണ് ആര്യ സമാജം. ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ്, ഓക്കെ, അദ്ദേഹം ഈയിടയ്ക്ക് അന്തരിച്ചു. മലയാളിയാണ്, മാത്യു സാമുവൽ കളരിക്കൽ. ഉറപ്പായിട്ടും ഒരു പരീക്ഷാ ചോദ്യമായിട്ട് വരും. ഇനി IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി അല്ലെ. 14 വയസ്സെന്നാണ് പറയുന്നത്. രാജസ്ഥാൻ റോയൽസ് താരമാണ്. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഓക്കെ, അതാണ് ECI നെറ്റ് എന്ന് പറയും. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ NET, ECI നെറ്റ്. ഇനി ജർമ്മനിയുടെ ചാൻസലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഫ്രെഡറിക് മേഴ്സ് ആണ്. സോ ജർമ്മനിയുടെ ചാൻസലർ മാറി വരുമ്പോൾ PSCയുടെ ചോദ്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ ഫ്രെഡറിക് മേഴ്സ്. ഇനി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം അത് കേരളമാണ്. ഓക്കെ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം.
ഇനി ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാൻ സ്പോൺസേർഡ് ആണ് അല്ലെ. നടന്നിരിക്കുന്ന ദിവസം നമുക്ക് അറിഞ്ഞിരിക്കണം, 22 ഏപ്രിൽ 2025 ആണ്. അതുകൊണ്ട് തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീർ അഥവാ പാക് ഒക്കുപൈഡ് കാശ്മീരിലെ 9 ഇടങ്ങളിൽ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം 7 മെയ് 2025 മെയ് 7 നടത്തിയ മിന്നൽ മിസൈൽ ആക്രമണം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ 22 ഏപ്രിൽ 2025 പഹൽഗാം ഭീകരാക്രമണം നടന്നു. പഹൽഗാം ജമ്മു കാശ്മീരിലാണ്. അതിന് മറുപടി എന്നോളം ഇന്ത്യ 2 ആഴ്ചയിലധികം വെയിറ്റ് ചെയ്ത് ഒരു മിസൈൽ ആക്രമണം നടത്തി, ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഇത് പാകിസ്ഥാനിലും പാക് ഒക്കുപൈഡ് കാശ്മീരിലുമായിട്ട് 9 ഇടങ്ങളിലാണ് നടത്തിയിരിക്കുന്നത്. 7 മെയ് 2025 ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് ലോകത്തിന് വിവരിച്ചു കൊടുത്ത 2 വനിതാ ഉദ്യോഗസ്ഥർ അല്ലെ. ഒരാളെന്ന് പറയുന്നത് കേണൽ സോഫിയ ഖുറൈഷി, മറ്റൊരാള് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണ്. വിംഗ് കമാൻഡർ എന്ന് പറയുന്നത് എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വ്യോമിക സിംഗ്. ഇനി ഓപ്പറേഷൻ സിന്ദൂരിൽ ഉപയോഗിച്ച 50 to 70 കിലോമീറ്റർ റേഞ്ചിൽ ആകാശത്ത് നിന്നും കരയിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുക്കാവുന്ന ബോംബ് അല്ലെ, അതാണ് ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചോളുക. ഹൈലി അജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റെൻഡഡ് റേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഉപയോഗിച്ച 250 കിലോമീറ്റർ റേഞ്ചിൽ GPS-ഉം ഭൂപ്രദേശത്തിന്റെ മാപ്പും അടിസ്ഥാനമാക്കി ലക്ഷ്യസ്ഥാനത്തെത്തുന്ന ക്രൂയിസ് മിസൈലാണ് സ്കാൽപ്പ് അഥവാ സ്റ്റോം ഷാഡോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ AI ഡേറ്റ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ്. 2025 യോഗ മഹോത്സവത്തിന്റെ വേദി എന്ന് പറയുന്നത് നാസിക് ആണ്. എന്നാൽ 2025 നടന്നിരിക്കുന്ന കുംഭമേള പ്രയാഗ്രാജ് അഥവാ അലഹബാദിൽ വെച്ചാണ്. ഇനി 2025 MP വീരേന്ദ്രകുമാർ പ്രഥമ ദേശീയ പുരസ്കാരം നേടിയിരിക്കുന്നത് പാണ്ഡുരംഗ ഹെഗ്ഡെ, നമ്മുടെ മുൻ MP ആയിരുന്നു MP വീരേന്ദ്രകുമാർ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ ജില്ല പുരസ്കാരം നേടിയിരിക്കുന്നത് കൊല്ലമാണ്. ഇന്ത്യയിലെ ഏറ്റവും മറൈൻ സംസ്ഥാനം കേരളമാണ്, ജില്ല വന്നിട്ട് കൊല്ലവുമാണ്. 2025 28ാമത് ഇ ഗവർണൻസ് സമ്മേളനം അഥവാ നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവർണൻസ് നടന്നിരിക്കുന്നത് വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തനം ആരംഭിച്ചത് ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ നഗരം എന്ന് പറയുന്നത് ഗാസിയാബാദ് ആണ് കേട്ടോ. ഗാസിയാബാദ് ഉത്തർപ്രദേശാണ്. അവിടുത്തെ വാട്ടർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി എ ജയതിലക. അതുപോലെ തന്നെ ലോറസ് സ്പോർട്സ് പുരസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും മികച്ച കായിക താരം അർമാൻ ഡുപ്ലന്റിസ്, പോൾ വാൾട്ട് താരമാണ്, സ്വീഡൻ താരമാണ്. മികച്ച പുരുഷ വനിതാ താരമാണ്. മികച്ച വനിതാ താരം സിമോൺ ബൈൽസ് ആണ്. ജിംനാസ്റ്റിക്സ് അമേരിക്കയുടെ ജിംനാസ്റ്റിക് താരമാണ്. സ്പോർട്സ് ഐക്കൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റാഫേൽ നദാലാണ്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.